سيدنا محمد وآله وصحبه أجمعين. قال الله سبحانه وتعالى في محكم تنزيله: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു റബ്ബുൽ അലീം അവന്റെ കാരുണ്യാതിരേകം കൊണ്ട് നമ്മുടെയൊക്കെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ അപരാധങ്ങളെയും നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ഭാവിയിലെങ്കിലും പാപരഹിതമായ പരിശുദ്ധമായ കർമ്മനിരതമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ നമ്മുടെ ആദരണീയരായ മാതാപിതാക്കൾ, ആത്മാവിന്റെ പിതാക്കന്മാരായ ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറുകളെ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പുകളാക്കി മാറ്റിക്കൊടുക്കുമാറാവും. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്: ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഉമ്മിൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരമേ ആവുകയില്ല. നമസ്കാരം സഹീഹാകുന്നതിന് സൂറത്തുൽ ഫാത്തിഹ ഓതിയിരിക്കണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. മഹാന്മാരായ ഇമാമിയങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടതുമാണ്. ഫാത്തിഹ എല്ലാവരും ഓതേണ്ടതുണ്ടോ, അതല്ല ഇമാമ് ഓതുമ്പോൾ ഇമാമിനെ നിശബ്ദമായി എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിന്റെ ന്യൂക്ലിയസ് ആണ് എന്നതിൽ ഇമാമിയങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമായി. എന്താണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യമുള്ളത്? സൂറത്തുൽ ബഖറ പോലെ സൂറത്തുൽ ഫാത്തിഹ അത്ര നീണ്ട അധ്യായമൊന്നുമല്ല. അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ നിസായിലും ഒക്കെ പറയുന്നത് പോലെ ധാരാളക്കണക്കായ മസ്അലകളും സൂറത്തുൽ ഫാത്തിഹയിൽ വിവരിക്കുന്നില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ നമസ്കാരത്തിനെ കുറിച്ച് പറയുന്നില്ല, സൂറത്തുൽ ഫാത്തിഹയിൽ നോമ്പിനെ കുറിച്ച് പറയുന്നില്ല, സൂറത്തുൽ ഫാത്തിഹയിൽ സക്കാത്തിനെ കുറിച്ചും പറയുന്നില്ല, സൂറത്തുൽ ഫാത്തിഹയിൽ ഹജ്ജിനെ കുറിച്ചും പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്കാമുകളില്ലാത്ത, വലിയ വലിയ സംഭവങ്ങൾ പറയാത്ത, വലിയ വലിയ മസായിലുകളുടെ സൂചനകളില്ലാത്ത സൂറത്തുൽ ഫാത്തിഹ നമസ്കാരം സഹീഹാകുന്നതിന് നിബന്ധനയാണ് എന്ന് ഇമാമിയങ്ങൾ ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്താണ് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം? ബഹുമാന്യരായ ഉലമാക്കൾ പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം ഹിദായത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഹിദായത്ത് ലഭിക്കുന്നതിന് മനുഷ്യൻ എന്ത് പണിയാണ് ചെയ്യേണ്ടത് എന്ന സൂചനയും ഈ സൂറത്തുൽ ഫാത്തിഹയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇഹ്ദിനാ അസ്സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ ഞങ്ങളെ നീ നേർമാർഗത്തിൽ എത്തിക്കണമേ, ഹിദായത്ത് കാണിച്ചു തരണമേ എന്നതല്ല സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് കൊണ്ടുള്ള വിവക്ഷ. പടച്ചോനെ ഞങ്ങളെ നീ ഈസാൽ ഇലൽ മത്ലൂബ്, ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ എന്ന ദുആ ആണ്. സഹോദരങ്ങളെ, ഹിദായത്ത് എന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധിയാണ്. ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുള്ള നഷ്ടം വേറൊരു നഷ്ടത്തിന്റെ പുറകിലും മനുഷ്യ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരികയേയില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ പറയപ്പെടുന്ന ഈ ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള മാർഗം എന്താണ്? വളരെ ഉയർന്ന ബന്ധം കൊണ്ട് മഅസൂമുകളായ അമ്പിയാക്കളുടെ ബീജത്തിൽ ജനിച്ചതുകൊണ്ട് പോലും ഹിദായത്ത് കിട്ടുകയേ ഇല്ല എന്ന് അല്ലാഹു അവന്റെ ഖുർആൻ ശരീഫിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹിദായത്ത് ലഭിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ആഗ്രഹിച്ച ആളാണ് അബൂ താലിബ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ ഖുറൈശി കൂട്ടം മുഴുവൻ കൈയൊഴിഞ്ഞപ്പോഴും ഭൗതികമായ സർവ്വ പിന്തുണയും
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ താലിബ് വാഗ്ദാനം ചെയ്തിരുന്നു, ലിമാ അമറക്കല്ലാഹ്, നിന്റെ അല്ലാഹ് നിന്നോട് കൽപ്പിച്ച പണി നീ ചെയ്തോളൂ, ഖുറൈശി കൂട്ടം നിന്റെ ഒരു രോമം പറിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് അബൂ താലിബ് പ്രഖ്യാപിച്ചതായി മുഹമ്മദ് ഖുദരി ബേക്ക് അദ്ദേഹത്തിന്റെ നൂറുൽ യഖീൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. ദഅവത്തിന്റെ രംഗത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ താലിബിൽ നിന്ന് കിട്ടിയ പിന്തുണ അതുല്യമായ പിന്തുണയായിരുന്നു എന്ന് ഹദീസിന്റെ ഉലമാക്കൾ ഏകദേശം ഐക്യകണ്ഠേന തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അബൂ താലിബ് വേർപെട്ട വർഷത്തിന് ചരിത്രത്തിന്റെ പണ്ഡിതന്മാർ ആമുൽ ഹുസ്ൻ, അള്ളാഹുവിന്റെ റസൂല് സങ്കടത്തിന്റെ കടലിൽ മുങ്ങിപ്പോയ വർഷം എന്ന പേരിലാണ് മഹാന്മാരായ മുവജ്ജിഹീങ്ങൾ താരീഖിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്. പ്രബോധനത്തിന്റെ രംഗത്ത് നബി തിരുമേനിയുടെ പുറകിൽ കരിമ്പാറ പോലെ ഉറച്ചുനിന്ന അബൂ താലിബിന്റെ വേർപാടിൽ ഖിന്നനായ നബി തിരുമേനി കഅബാലയത്തിന്റെ വരാന്തയായ ഹത്തീമിൽ വന്ന് ആകാശത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന സംഭവം പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ തന്നെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നിന്നെ കൈയൊഴിയുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നുമുണ്ട്. പടച്ചോനെ, എന്നെ ഇനി സഹായിക്കാൻ ആരുണ്ട്? അബൂ താലിബ് വേർപെട്ടു പോയല്ലോ, പ്രതീക്ഷയോടെ ബന്ധുക്കളുണ്ട് എന്ന് കരുതിപ്പോയ തായിഫിലും വിപരീത നിലയിലുള്ള പ്രവർത്തനമാണല്ലോ ഉണ്ടായത്. എനിക്കിനി ആരുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിരുന്നതിന് പകരമാണ് അള്ളാഹു നബിതങ്ങളെ ടൂറ് കൊണ്ടുപോയത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയ്ക്ക് ആരുമില്ല എന്ന് കരുതേണ്ട, അങ്ങയോടൊപ്പമുള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇലാ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ ഇദ് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസർ വമാ തഗ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അബൂ താലിബ് പോയതിന്റെ പേരിൽ വിഷമിക്കേണ്ട റസൂലെ, നിങ്ങളുടെ പുറകിലുള്ളത് ആരാണെന്ന് ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അല്ലാഹു റബ്ബുൽ അലീം അല്ലാഹുവിന്റെ റസൂലിനെയും കൊണ്ട് മിഅ്റാജിന്റെ ടൂർ നടത്തിയത് അബൂ താലിബിന്റെ വേർപാടിലെ സങ്കടം പരിഹരിക്കാനായിരുന്നു എന്ന് മഹാന്മാരായ തഫ്സീറിന്റെ ഉലമാക്കൾ സൂറത്തുൽ ഇസ്രായിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ താലിബിന്റെ വേർപാടിന്റെ പേരിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച മനോവ്യഥ എത്ര ആഴമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ അതിനോട് ചേർത്തുള്ള ഇസ്രായിന്റെയും മെഹ്റാജിന്റെയും മഹാത്ഭുതങ്ങൾ ചേർത്ത് വായിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഈ അബൂ താലിബിന് ഹിദായത്ത് കിട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയേറെ കൊതിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നാം. അവസാനം നബി തിരുമേനിയുടെ മുബാറക്കായ കൈയുടെ സ്പർശനമേറ്റ് അബൂ താലിബ് നരകത്തിൽ വീണ് വേവാതിരിക്കട്ടെ എന്നോർത്ത് ആ തിരു ശരീരത്തിന് നബി തിരുമേനിയുടെ തിരു കൈകൊണ്ട് അബൂ താലിബിന്റെ ശരീരത്തിന് നബി തിരുമേനി തടകിക്കൊടുക്കുന്ന രംഗം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ തഫ്സീറിന്റെ ഉലമാക്കൾ ഇത് പറയുന്നു. നാളെ മഹ്ശറയിൽ അല്ലാഹു റബ്ബുൽ അലീമിനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും, പടച്ചോനെ, എന്റെ കുടുംബക്കാരുടെ വിഷയത്തിൽ എന്നെ നോവിക്കില്ല എന്ന് നീ എന്നോട് വാക്ക് തന്നതല്ലേ പടച്ചോനെ? ആസറിനെ എനിക്ക് മറക്കാനാവില്ല പടച്ചോനെ. ആസർ എന്റെ ബന്ധുവാണ് പടച്ചോനെ. ആസറിന്റെ വിഷയത്തിൽ നീ എന്നെ നോവിക്കരുതേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹ്ശറയിൽ വെച്ച് അല്ലാഹുവിനോട് അപേക്ഷിക്കുമെന്ന് മഹാനായ മുഹയ്യിസുന്ന അദ്ദേഹത്തിന്റെ മിശ്കാത്തുൽ മസാബിഹിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ അലീം ആസറിന്റെ കോലം മറിച്ച് കളയുമെന്നും മുള്ളൻ പന്നിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് രൂപമാറ്റം വരുത്തിയതിനു ശേഷം സബാനിയാക്കളായ മലക്കുകള് മഹ്ശറയിൽ നിന്ന് ഈ രൂപം മാറിയ ആസറിനെ വലിച്ചെടുത്ത് നരകത്തിലേക്ക് എറിയുമെന്നും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ. കാഫിരീങ്ങൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലാണ് എന്റെ പ്രിയപ്പെട്ട ദാസന്മാരായ ശൈഖുൽ അംബിയ നൂഹിന്റെയും സയ്യിദുനാ ലൂത്തിന്റെയും അലൈഹിമാ അസ്സലാത്തു വസ്സലാം അവരുടെ ഭാര്യമാരെന്ന് അല്ലാഹു റബ്ബുൽ അലീം അവന്റെ ഖുർആൻ ശരീഫിൽ പറയുന്നു. ഒരു പെണ്ണിന് അവരുടെ ജീവിതത്തിൽ കൊതിക്കാവുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് പ്രവാചകന്മാരുടെ ജീവിത പങ്കാളിയായി
ഭൗതിക ജീവിതത്തിൽ കഴിയുക എന്നത്. അള്ളാഹുവിന്റെ റസൂലെ എന്നെ തലാഖ് പറയരുത്, ഒരു ഭാര്യയ്ക്ക് തരുന്ന ഒരു അവകാശവും എനിക്ക് വേണ്ട, നബി തിരുമേനിയുടെ ഭാര്യ എന്ന പദവി മാത്രം എനിക്ക് മതി, അതിന്റെ പേരിൽ ആഖിറത്തിൽ കിട്ടുന്ന നേട്ടം വലുതാണ് റസൂലെ, അതുകൊണ്ട് എന്റെ വീട്ടിൽ വരേണ്ട ദിവസം ആയിഷത്തു തുഹ്റയുടെ വീട്ടിലേക്ക് തന്നെ പൊക്കോളിയും, എന്നെ തലാഖ് പറയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുന്ന പ്രവാചക പത്നിയെ കുറിച്ച് മഹാന്മാരായ ഹദീസിന്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1040 വയസ്സുവരെ ജീവിച്ച് ഇതിലെ ബഹുഭൂരിപക്ഷം കാലവും പടച്ചവനെ ഞാൻ രാത്രിയിൽ പോലും വിശ്രമിച്ചിട്ടില്ല, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാപ്പകൽ ഭേദമന്യേ പടച്ചവന് വേണ്ടി പണിയെടുത്ത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ജീവിതത്തിന്റെ പങ്കാളിയായി കിട്ടിയ നൂഹ് നബിയുടെ ഭാര്യ കാഫിറുകളുടെ റോൾ മോഡലാകുന്നു എന്ന് ഖുർആൻ ശരീഫ് നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് വലിയ സംഭവമാണ്. ആസറിന് വാങ്ങിക്കൊടുക്കാൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞില്ല, അബൂതാലിബിന് വാങ്ങിക്കൊടുക്കാൻ അഷ്റഫുൽ ഖൽക്കിന് കഴിഞ്ഞില്ല, പ്രിയപ്പെട്ട പ്രാണപ്രേയസിമാർക്ക് വാങ്ങിക്കൊടുക്കാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും ഇബ്രാഹിം നബിയുടെ സഹോദരി പുത്രനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും കഴിയാതെ പോയ അനുഗ്രഹമാണ് ഹിദായത്ത്. ഈ ഹിദായത്ത് വാങ്ങിയെടുക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന സൂറത്തായതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യമെന്ന് മഹാന്മാരായ തഫ്സീറിന്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഹിദായത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഇഹ്ദിനാ അസ്സിറാത്തൽ മുസ്തഖീം, പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം ഹിദായത്ത് ലഭിക്കുമായിരുന്നുവെങ്കിൽ, പ്രാർത്ഥന കൊണ്ട് മാത്രം ഹിദായത്ത് ലഭിക്കുമായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ മസ്ജിദുൽ ഹറാമിന് ചുറ്റുവട്ടത്തെയും ബക്കയുള്ള ഖബർസ്ഥാനിൽ ജന്നത്തുൽ മുഅല്ല ഖബർസ്ഥാനില് 1.25 ലക്ഷം സഹാബാക്കളുടെ ഖബർ കാണുമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹാജിമാര് ഹജ്ജിന് വേണ്ടി പോകുമ്പോ അവര് നമ്മുടെ അടുക്കൽ വന്ന് യാത്ര പറയുമ്പോ അവരോട് നമ്മൾ പറഞ്ഞു വിടാറുള്ള വലിയ കാര്യം എന്താണ്? നിങ്ങൾ പോയി വരുമ്പോ അവിടെ നിന്ന് അത്തിപ്പഴം കൊണ്ടുവന്ന് തരണമെന്നല്ല, ഹജ്ജിന് പോയിട്ട് വരുമ്പോ എനിക്ക് വേണ്ടി അജുവായിലെ ഈത്തപ്പഴം തരണമെന്നല്ല, ഹജ്ജിന് പോയിട്ട് വരുമ്പോ എനിക്ക് സംസം വെള്ളം കൊണ്ടുവന്ന് തരണമെന്ന് പോലുമല്ല. ഹാജിമാരോട് നാം പറയാറുള്ള ഒരു കാര്യം, ഞാൻ ഹജ്ജിന് പോവുകയാണ് റസൂലേ എന്ന് ഹദറത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു നബി തിരുമേനിയോട് പറഞ്ഞപ്പോ നബി തിരുമേനി ഉമറിനോട് തിരിച്ചു പറഞ്ഞ കാര്യം, ലാ തൻസാനി യാ ഉഖയ്യ ഫീ സാലിഹി ദഅവാതിക, പ്രാർത്ഥിക്കാൻ മറക്കരുതേ, ദുആയിരക്കാൻ മറക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ ഉമറിനോട് ഇങ്ങനെ അപേക്ഷിച്ചു എന്ന് ഹദീസിന്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കോടാനകോടി ഹാജിമാര് നമ്മോട് വന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവരോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് ഇതാണ്, ദുആയിരക്കണേ എന്ന അപേക്ഷ. എന്തുകൊണ്ടാണ് ദുആയിരക്കണമെന്ന് അപേക്ഷിക്കുന്നത്? ഹനഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ബാലപാഠമായ നൂറുൽ ഇമാഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരു ഹാജി 14ഓളം സ്ഥലങ്ങളിൽ കാല് ചവിട്ടുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ വെച്ച് റബ്ബുൽ അലീമിനോട് കൈനീട്ടിയാൽ മാത്രം മതി, അല്ലാഹു റബ്ബുൽ അലീം ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു. മിസാബുർ റഹ്മയുടെ ചുവട്ടിൽ സംസം കിണറിനടുത്ത് ഹജറിന്റെ പരിസരത്ത് ജംറാത്തുകളിൽ മഖാമെ ഇബ്രാഹിമിന്റെ ചുവട്ടിൽ മസാഫിൽ മസ്അയിൽ സഫയിൽ മറുവയിൽ 14ഓളം സ്ഥലങ്ങൾ ഫുഖഹാക്കൾ എണ്ണി പറയുന്നുണ്ട്. ദുആയിക്ക് റബ്ബുൽ അലീമിന്റെ അടുക്കൽ വർദ്ധിതമായ പ്രതീക്ഷ കിട്ടുന്ന സ്ഥലം എന്ന പേര്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സഹാബത്തുൽ കിറാമിന്റെ ജീവിതത്തിൽ ഹിദായത്ത് ലഭിക്കുന്നതിന് പ്രാർത്ഥന മാത്രം മതിയാകുമായിരുന്നു എങ്കിൽ സംസം കിണറിന്റെ ചുവട്ടിൽ കൂടാരം കെട്ടി മഖാമെ ഇബ്രാഹിമിന്റെ ചുവട്ടിൽ മുസല്ലയും വിരിച്ച് സഫാ മർവയുടെ ഇടയിൽ സഅയും ചെയ്ത് മീസാബുർ റഹ്മത്തിന്റെ ചുവട്ടിൽ അന്തി ഉറങ്ങേണ്ടവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ. പക്ഷേ ഹിദായത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഇടയിൽ മഹാന്മാരായ സഹാബത്തുൽ കിറാമിനെ നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലാക്കാൻ അല്ലാഹു റബ്ബുൽ അലീമിന്റെ ഖുർആനിൽ നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥന മാത്രമല്ല, ഇതാ ഹിദായത്തിന്റെ ഒരു ഗ്രന്ഥം, ലാ റൈബ ഫീഹി ഹുദൻ, ഈ ഗ്രന്ഥം അപ്പടി ഇത് ഹുദയാണ്, ലിൽ മുത്തഖീൻ, ഇത് മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്ന ഈ ഖുർആൻ ശരീഫ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ ഖുർആൻ നോക്കിയിട്ട് ഹിദായത്ത് കണ്ടുപിടിച്ചിട്ട് ഹിദായത്ത് നേടിയെടുത്തോളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ഭാഗത്തും പറയുന്നില്ല. ഹിദായത്ത് നേടാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ അലീം പറയുമ്പോ നമ്മളോട് പടച്ചവൻ പറയുന്ന വലിയ ഒരു കാര്യമുണ്ട്, ആമിനു, ഈമാനിന്റെ പരിശ്രമം നിങ്ങൾ ചെയ്യേണ്ടത് കമാ ആമനന്നാസ്,
അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഈമാനിന്റെ പരിശ്രമം എങ്ങനെയാണോ ചെയ്തത്, അതായിരിക്കണം ഹിദായത്തിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് അള്ളാഹു റബ്ബുൽ അലീമിന്റെ ഖുർആൻ ശരീഫിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. ആമിനു കമാ ആമന അന്നാസ്. ഇവിടെ അന്നാസ് എന്ന് പറയുന്നത് കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളാണ് എന്ന് തഫ്സീറിന്റെ ഉലമാക്കൾ ഐക്യകണ്ഠേന രേഖപ്പെടുത്തുന്നുണ്ട്. ഹിദായത്തിന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഹിദായത്ത് താപടച്ചവനെ അമ്പിയാക്കളുടെ വഴിയിൽ ജീവിക്കാൻ, സുദ്ദീഖുകളുടെ വഴിയിൽ ജീവിക്കാൻ, ശുഹദാക്കളുടെയും സാലിഹുകളുടെയും വഴിയിൽ ജീവിക്കാൻ സൗഭാഗ്യം തരണമേ പടച്ചവനെ എന്നാണ് ഹിദായത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി വ്യഗ്രതപ്പെടുമ്പോൾ, ഹിദായത്ത് ലഭിക്കണമേ എന്ന് മനസ്സിൽ കൈവച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കരുതാത്ത 4 ഓർമ്മകൾ. അമ്പിയാക്കൾ, സഹോദരങ്ങളെ, ഹിദായത്ത് വേണമെന്നുള്ളവർക്ക് അവരുടെ ജീവിതം പുനഃക്രമീകരിക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ് അമ്പിയാക്കളുടെ മാർഗം. അമ്പിയാക്കളുടെ ജീവിതത്തിന്റെ മാതൃക എന്തായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്പിയാക്കൾ അവരുടെ ജീവിതത്തിൽ സ്വകാര്യമായ ഇബാറത്തുകളിൽ വല്ലാതെ ശ്രദ്ധിക്കുന്നവരായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ നാൽച്ചുവരുകളുടെ ഉള്ളില് നവയത്തുൽ ഇഅ്തികാഫില യൗമിൽ ഖിയാമയ പറഞ്ഞ് ആരാധനയുടെ അത്ഭുത സീമകൾ സൃഷ്ടിക്കാൻ അമ്പിയാക്കൾ ആരെങ്കിലും മെനക്കെട്ടതായി പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നില്ല. പരിശുദ്ധ ഖുർആൻ ശരീഫ് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയ നബി ആരാണ്? കലീമുല്ലാഹി സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞു തരാൻ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ 240ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു റബ്ബുൽ അലീം മൂസാ നബിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. മൂസാ നബിയുടെ ഏത് കർമ്മം പരിചയപ്പെടുത്താനാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം എത്ര റക്അത്ത് നമസ്കരിക്കുമായിരുന്നു? വിശുദ്ധ ഖുർആൻ ശരീഫിലെ 6000-ലധികം വരുന്ന ആയത്തുകൾ ഓതി നോക്കിയാൽ മൂസാ നബിയുടെ നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം നമുക്ക് കിട്ടില്ല. മുഅ്മിനീങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പടച്ചവൻ കൊടുത്ത തോറ എന്ന തൗറാത്ത് ഗ്രന്ഥം അദ്ദേഹം ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം അത് ഖത്മോതുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഒരു ഭാഗത്തും സൂചിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന വലിയ കാര്യം എന്താണ്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രയത്നം ബനൂ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാകാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പെട്ട പാടിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ അലീമിന്റെ ഖുർആൻ ശരീഫിൽ വളരെ വിശദമായ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. 65 ആയത്തുകളിലായി 69 സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പറയുന്നുണ്ട് അല്ലാഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന് ഹജ്ജ് എന്ന പുണ്യമായ അമലുമായുള്ള ബന്ധം എത്ര ഡെപ്തുള്ളതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ ശരീഫിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന്റെ അമല് എങ്ങനെയാണ് ചെയ്തത് എന്ന് ഖുർആൻ ശരീഫിൽ സഹോദരങ്ങളെ വിവരിക്കുന്നതായി നമുക്ക് കാണാനേ കഴിയില്ല. ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് അല്ലാഹു റബ്ബുൽ അലീമിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞ ആയത്തുകൾ നാം പരിശോധിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റാക്കൂരിട്ടുള്ള കുറ്റാക്കൂരിട്ടുള്ള ഒരു രാത്രി ആൾക്കാരെയും കൂട്ടി ഒരു സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുകയാണ്. ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ നേരെ കൈ ചൂണ്ടി ഏകനായ റബ്ബുൽ അലീമിന്റെ വഹ്ദാനിയത്ത് പഠിപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സരം നടത്തുകയാണ് സമൂഹത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചന്ദ്രനെ കാണുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂര്യനെ കാണുന്നു. നക്ഷത്രങ്ങളിലും സൂര്യനിലും ചന്ദ്രനും റബ്ബിനെ അന്വേഷിക്കുന്നത് വിഡ്ഢികളാണ്. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാത്രികളെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് നമുക്ക്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുകയാണ്, എന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉത്സവത്തിന്റെ ദിവസത്തിൽ മെസപ്പൊട്ടാമിയയുടെ അമ്പലത്തിൽ നിൽക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലൊരു കോടാലിയുണ്ട്.
ലഅഖീദന്ന അസ്നാമക്കും, വിഗ്രഹങ്ങളെ തകർത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുദ്റത്തും താഖത്തും ഖുവ്വത്തും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിയെടുക്കുകയാണ്. മൂന്നാമതൊരു രംഗം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു തആല പറയുന്നു, ആളി കത്തുന്ന അഗ്നികുണ്ഡാരത്തിന് മുൻവശത്ത് നമ്രൂദിനോട് അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്നു. ഇബ്രാഹിം നബി അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു. നമ്രൂദ് ഇബ്രാഹിം നബി അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നു. അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിൽക്കുന്നു. ഇബ്രാഹിമേ, എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് പറയുന്നു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ജിബ്രീലിനേക്കാളും ശക്തനായ എന്റെ റബ്ബെന്നെ നോക്കിക്കോളും. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അവர்கள் റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്നു, മഴയുടെ ഉത്തരവാദിത്വം റബ്ബ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് കൽപ്പിച്ചാൽ, ഒരു മഹാമഴ പെയ്താൽ ഈ അഗ്നി ചാമ്പലായി പോകുമെന്ന് പറഞ്ഞപ്പോ ലഅംറുല്ലാഹി അസ്റഅ, നിന്നേക്കാളും ശക്തനായ അല്ലാഹുവിന്റെ ഖുദ്റത്തിലാണ് ഈ ഖലീലിന്റെ ഈമാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് രേഖപ്പെടുത്തുന്നു. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പേരെടുത്തു പറഞ്ഞിരുന്ന പ്രവാചകന്മാരെ നാം പഠിക്കുക. وإسماعيل واليسع ويونس ولوطا كلا فضلنا على العالمين أولئك الذين هدى الله ഇവരാണ് ഹിദായത്ത് കിട്ടിയവർ. ഹിദായത്ത് വേണമെന്നുണ്ടോ? ഫബിഹുദാഹു മുഖ്തദിഹ്, ഞാൻ ഈ എണ്ണി പറഞ്ഞ എന്റെ അമ്പിയാക്കൾ ഹിദായത്ത് കിട്ടാൻ വേണ്ടി എന്തോ പണിയാണോ ചെയ്തത്, ആ പണി നിങ്ങളും ചെയ്തോളീൻ. പരിശുദ്ധ ഖുർആൻ ശരീഫ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു റബ്ബുൽ അലീം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹിദായത്ത് വേണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ ജോലിയെ കുറിച്ചാണ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല നമ്മളോട് സൂചിപ്പിക്കുന്നത്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഹിദായത്തിന്റെ രണ്ടാമത്തെ സാമ്പിൾ ആരാണ്? നമുക്കറിയാവുന്നതുപോലെ സിദ്ദീഖീങ്ങൾ. സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സിദ്ദീഖീങ്ങളുടെ വലിയ വ്യൂഹത്തിനെ കുറിച്ച് നമുക്ക് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും സിദ്ദീഖീങ്ങളുടെ സുൽത്താനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവരെ നമുക്കറിയാം. സിദ്ദീഖീങ്ങളുടെ സുൽത്താനാണെന്ന് അഷ്റഫുൽ ഖൽഖ് പരിചയപ്പെടുത്തി തന്ന മഹാൻ അബൂബക്കർ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗ്ഗത്തിലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് രേഖപ്പെടുത്തപ്പെടാത്ത ഒരൊറ്റ ഹദീസിന്റെ കിതാബുമില്ല. ഇമാം ബുഖാരി പറയുന്നു അബൂബക്കർ ഫിൽ ജന്ന, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു അബൂബക്കർ ഫിൽ ജന്ന, ഇമാം നസഈ പറയുന്നു, ഇമാം അബൂ ഈസ തുർമുദി പറയുന്നു, ഇമാം ഇബ്നു മാജ പറയുന്നു, ഇമാം തഹാവി പറയുന്നു. ഹദീസിന്റെ എല്ലാ ഉലമാക്കളും റിപ്പോർട്ട് ചെയ്യുന്നു അബൂബക്കർ സ്വർഗ്ഗത്തിലാണ് എന്ന്. സ്വർഗ്ഗത്തിലെത്താൻ വേണ്ടി സ്വർഗത്തിൽ തീർച്ചയായും എത്തുമെന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ കട്ടളപ്പടികൾ അബൂബക്കറിന്റെ ചവിട്ട് കൊള്ളാൻ കൊതിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. ഈ അബൂബക്കർ റളിയല്ലാഹു തആല അവരുടെ ഇബാദത്ത് എന്തായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു തആല അവர்கள் അനുഷ്ഠിച്ച നമസ്കാരത്തിനെ കുറിച്ചോ, അദ്ദേഹം അനുഷ്ഠിച്ച നോമ്പിനെ കുറിച്ചോ, അബൂബക്കർ റളിയല്ലാഹു തആല അവർ ചെയ്ത ഹജ്ജിനെ കുറിച്ചോ, അബൂബക്കർ റളിയല്ലാഹു തആല അവരുടെ സകാത്തിനെ കുറിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസിന്റെ കിതാബിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, ഈമാൻ സ്വീകരിച്ച പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ എത്തിയ ഹദ്റത്ത് അബൂബക്കർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ മാ അന അഫ്അൽ, ഇന്നലെ വരെയും കാന ബസ്സാസ, അബൂബക്കർ ജോലിക്കച്ചവടക്കാരനായിരുന്നു. ഇന്ന് ഞാൻ കലിമ പറഞ്ഞ മുസ്ലിമായി, കലിമ പറഞ്ഞ മുസ്ലിമായതിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകമായ ജോലി ഞാൻ ചെയ്യാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, ഇഫ്അൽ മാ അന അഫ്അൽ, അബൂബക്കറെ ഞാൻ ചെയ്യുന്ന ജോലി നീയും ചെയ്തോളൂ. സിദ്ദീഖീങ്ങളുടെ പട്ടികയിൽ സുൽത്താനാകാൻ ഹദ്റത്ത് അബൂബക്കറിനോട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ ഈ പണിയിൽ എത്രയേറെ വിജയിച്ചു.
6 കോടി ദീനാറിന്റെ ഉടമയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അവറുകൾ ദഅവത്തിന്റെ മാർഗത്തിൽ ഇത് മുഴുവനും സമർപ്പിച്ചിട്ട് അടുത്ത ഖലീഫയ്ക്ക് അദ്ദേഹം ഔദ്യോഗികമായ ഉത്തരവാദിത്വം കൈമാറുമ്പോൾ പ്രിയപ്പെട്ടവരെ 100 രൂപ വില കിട്ടുന്ന വസ്തു പോലും അബൂബക്കർ റളിയല്ലാഹു തആല അവരുടെ കയ്യിൽ ബാക്കിയില്ലാത്തവണ്ണം ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും, അല്ലാഹ് കൊടുത്തത് മുഴുവൻ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത് മാതൃകയാകുകയായിരുന്നു ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിജറയുടെ ഭൂമിയിലേക്ക് പോയ അബൂബക്കറിന്റെ ബന്ധുക്കളുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്ന അബൂ ഖുഹാഫയോട് കരിങ്കല്ലുകളുടെ മുകളിൽ കൈവച്ചുകൊണ്ട് ഇതാ ധാന്യത്തിന്റെ ശേഖരം വെച്ചിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പാകത്തിന് ഒരു പൈസ പോലും വീട്ടിൽ ബാക്കി വെക്കാതെ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അവர்கள் ദീനിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു. മഹാനായ മുഹമ്മദ് ഖുദരി ബേഗ് അദ്ദേഹത്തിന്റെ നൂറുൽ യഖീൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കൾ, ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അവர்கள் ഉൾപ്പെടെയുള്ള ഈ സഹാബാക്കളിൽ പല പ്രഗത്ഭരും ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അവരുടെ പ്രയത്നം കൊണ്ടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അവർക്ക് കലിമ പറഞ്ഞു കൊടുത്തത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഗനി റളിയല്ലാഹു തആല അവർക്ക് കലിമ പറഞ്ഞു കൊടുത്തത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അവർക്ക് കലിമ പറഞ്ഞു കൊടുത്തത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അവർക്ക് കലിമ പറഞ്ഞു കൊടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവர்கள். തെരുവോരങ്ങളിൽ മർദ്ദനമേൽക്കുന്ന ബിലാലുൽ ഹബശി ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അവരുടെ വില കൊടുത്തു വാങ്ങി പരിശുദ്ധമായ കലിമയുടെ മഹാത്മ്യം പറഞ്ഞു കൊടുത്ത് മദീനത്തുർ റസൂലിലെ മസ്ജിദുൻ നബവിയുടെ മുഅദ്ദിനായി അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിപ്പെടുന്നു കൊടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവர்கள். ഹിദായത്തിന്റെ രണ്ടാമത്തെ റോൾ മോഡലുകളായ സിദ്ദീഖീങ്ങളുടെ ജോലി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അവர்கள் ചെയ്ത ജോലി എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഹിദായത്തിന്റെ 3ാമത്തെ മോഡലുകളാണ് ശുഹദാക്കൾ. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മോട് വിവരിക്കപ്പെടേണ്ടതില്ല. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, അവർ ശുഹദാക്കളാണ്, മരിച്ചുപോയവരെന്ന് നിങ്ങൾ പറയുന്നത് എനിക്കിഷ്ടമല്ല. അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ എന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ അലീം അവന്റെ ഖുർആൻ ശരീഫിൽ അവരെ മരിച്ചു എന്ന് നിങ്ങൾ പറയരുതേ, അവർ എന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, സാങ്കല്പികമായ ജീവിതമല്ല. യുർസഖൂൻ, അവർക്ക് റിസ്ഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്, അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെ അവർ ഇപ്പൊ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പ്രഖ്യാപിച്ച ഒരു വിഭാഗം ആൾക്കാർ. ആയിഷ റളിയല്ലാഹു തആല അവர்கள் അനുകൂലമായ അവസരം കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, രക്തസാക്ഷികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പരിഗണന കിട്ടാൻ രക്തസാക്ഷിത്വമല്ലാത്ത എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് പഠിപ്പിച്ചു തരാമോ? രക്തസാക്ഷികൾക്ക് പരലോകത്ത് കിട്ടുന്ന പരിഗണനയിൽ നബി തിരുമേനിയുടെ ഭാര്യ ആയിഷ ബീവിക്ക് അസൂയയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ ഒരു പണി അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹദീസിന്റെ ഉലമാക്കൾ അതിന് വിവരിക്കുന്നുമുണ്ട്. ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി കൊടുത്തവർ, അവസാനത്തെ തുള്ളി രക്തവും ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒഴിച്ചു കൊടുത്തവർ, അവരാണ് ശുഹദാക്കൾ. അവരുടെ മാർഗമാണ് പ്രിയപ്പെട്ടവരെ ഹിദായത്ത് കിട്ടാനുള്ള 3ാമത്തെ മാർഗം. 4ാമത്തെ മാർഗം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ മാർഗം. ആരാണ് പ്രിയപ്പെട്ടവരെ സാലിഹീങ്ങൾ? രാവിലെ 3 മണിക്ക് ഉണരും, ഇരുട്ടാണെങ്കിലും കുടയുമെടുത്ത് മസ്ജിദിലേക്ക് വരും, അവര് പള്ളിയിൽ ഉണ്ടാകും, പള്ളിയിൽ അനാവശ്യമായ ഒരു വാക്കും സംസാരിക്കയില്ല. വന്ന് കയറിയ പാടെ നവൈത്തുൽ ഇഅ്തികാഫ് മാദുന്തു ഫീഹി, പുറത്തു പോകുന്നത് വരെ ഞാനിവിടെ ഇഅ്തികാഫായിരിക്കും. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് കയ്യിലുണ്ടാകും, എപ്പോഴും ഒന്നുകിൽ തസ്ബീഹിലായിരിക്കും, ഒതുവോടുകൂടിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, സാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരാറുള്ള ഒരു ചിത്രം ഇതാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിലെ സൂറത്ത് ആലി ഇമ്രാൻ സൂറത്തിന്റെ 114ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് സാലിഹീങ്ങളെ കുറിച്ച്. ഒരാൾ സാലിഹാകണമെങ്കിൽ 5 അടയാളം ഉണ്ടാകണമെന്ന് അല്ലാഹ്. 1, യുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ ദൃഢമായ ഈമാൻ. 2, വൽ യൗമിൽ ആഖിർ, പരലോക വിശ്വാസം. ഈ ലോകത്തെ ജീവിതത്തിൽ മുഴുവൻ സർവശക്തനായ റബ്ബുൽ അലീമിന്റെ മുമ്പിൽ ചെന്ന് മറുപടി പറയേണ്ടി വരും എന്ന ആ ബോധം. സാലിഹീങ്ങളുടെ 3ാമത്തെ ഗുണം യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യാൻ മടിയുള്ള ജനങ്ങളെ കാല് പിടിച്ച് നന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക.
സാലിഹ്യങ്ങളുടെ നാലാമത്തെ ഗുണം യൻഹൗനാനിൽ മുൻകർ, പാപകർമ്മങ്ങൾ പ്രവർത്തിച്ചു പോയേക്കാവുന്ന ജനങ്ങളുടെ കയ്യിൽ പിടിച്ച് കാലിൽ വീണ് പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവരോട് യാചിക്കുന്നവർ. സാലിഹ്യങ്ങളുടെ അഞ്ചാമത്തെ ഗുണം വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നവർ. വഉലൈക മിനസ് സാലിഹീൻ, ഇവർക്കാണ് സാലിഹീങ്ങൾ എന്ന് പറയുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ അലീം അവന്റെ ഖുർആൻ ശരീഫിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിൽ ഹിദായത്തിന് വേണ്ടിയുള്ള ദുആ റബ്ബുൽ അലീമിനോട് നാം അപേക്ഷിക്കുന്നു. ഹിദായത്തിന് വേണ്ടി റബ്ബുൽ അലീമിനോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു ഓർമ്മയുണ്ട്. പടച്ചവനെ, പ്രാർത്ഥന കൊണ്ട് മാത്രം കിട്ടുന്നതല്ലല്ലോ ഹിദായത്ത്. ഹിദായത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഞാൻ പങ്കാളിയാവേണ്ടതുണ്ടല്ലോ. ഹിദായത്തിന് വേണ്ടിയുള്ള പ്രയത്നം അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സുദ്ദീഖുകളുടെയും സാലിഹീങ്ങളുടെയും പ്രവർത്തനമാണെന്ന് നീ നിന്റെ ഖുർആൻ ശരീഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ഇബാറത്തുകളും കൂടി, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും സർവമാന ഇബാറത്തും കൂടി ഒരു തുലാസിന്റെ ഒരു തട്ടിൽ എടുത്തു വെച്ചു. ദീനിനു വേണ്ടിയുള്ള ധർമ്മ സമരങ്ങളെ, സായുധ വിപ്ലവങ്ങളെ തുലാസിന്റെ മറുതട്ടിൽ എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദീനിനു വേണ്ടിയുള്ള സായുധ സമരത്തിന്റെ തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. ദീനിനു വേണ്ടിയുള്ള ഈ അയോധന വിപ്ലവത്തിന്റെ മുമ്പിൽ ബാക്കി സർവ്വ ഇബാറത്തുകളുടെയും ഭാരം നിഷ്പ്രഭമായി പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ തുടരുകയാണ്, ഈ ഇബാറത്തിന്റെ തട്ടിലേക്ക് ഈ ദീനിനു വേണ്ടിയുള്ള ഖിത്താൽ, യുദ്ധത്തെ എടുത്തു വെക്കുക. കാലിയായ തട്ടിലേക്ക് അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകറിനെ എടുത്തു വെക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുലാസിന്റെ ഒരു തട്ടിൽ അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ മാത്രം. തുലാസിന്റെ മറുതട്ടിൽ ശാരീരികവും സാമ്പത്തികവുമായ സർവ്വ ഇബാദത്തുകളും ഒപ്പം ദീനിനു വേണ്ടിയുള്ള യുദ്ധങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകറിന്റെ തട്ടിലായിരിക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഭാരം കൂടുതൽ. മഹാനായ ഇമാം ഗസാലി അലൈഹി റഹ്മ അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകർ എന്ന പാഠത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മനുഷ്യന്റെ ഒന്നാമത്തെ ദിവസം തന്നെ പ്രതിസന്ധിയുടെ ദിവസമായിരുന്നു. സ്വർഗത്തിലാണെങ്കിൽ പോലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു പറഞ്ഞത് കേട്ട് പഴം കഴിക്കാതിരിക്കണമോ, സാത്താൻ പറയുന്നത് കേട്ട് പഴം കഴിക്കണമോ, ശൈത്താന്റെ പ്രലോഭനങ്ങളിൽ വീട് പോവാതിരിക്കാൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പോലും കഴിഞ്ഞില്ല എന്ന് ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമുക്ക് പറഞ്ഞു തരുന്നു. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? സുബ്ഹാനക ഇന്നി വലംതു നഫ്സി, പടച്ചവനെ ഞാൻ അക്രമം ചെയ്തു, പടച്ചവനെ നീ എനിക്ക് പുറത്തു വന്നില്ല എങ്കിൽ ഞാൻ പെട്ടുപോകും, പടച്ചവനെ. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിൽ 200 കൊല്ലം ഈ ദുആയിൽ തന്നെ അദ്ദേഹം കഴിച്ചുകൂട്ടി എന്ന് മഹാനായ ഗസാലി അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ആബിദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വജ്രായുധമാണ് പ്രാർത്ഥന. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കീഴിൽ പരീക്ഷണത്തിന് വിധേയമായി. നിഷ്കളങ്കതയുടെ പ്രതീകമായ പൊന്നു മക്കളെ ഫിർഔൻ അയാളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി കൊന്നൊടുക്കി. മുഫസ്സിർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരൊറ്റ ദിവസം ചോര പൈതലുകളായ 70,000 ആൾക്കാരെ ഫിർഔന്റെ പട്ടാളക്കാര് കൊന്നു തള്ളി എന്ന് ഫിർഔന്റെ അധികാരം സംരക്ഷിക്കാൻ. അല്ലാഹു റബ്ബുൽ അലീം മൂസാ നബിയോട് കൽപ്പിച്ചു, ഫജഅലു ബുയൂതകും ഖിബ്ല, വിശ്വാസികൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അവരുടെ വീടുകൾ പള്ളികൾ പോലെയാവട്ടെ, ഇബാദത്തുകളിലും ദുആകളിലുമായി അവരവരുടെ വീടുകളിൽ കഴിച്ചുകൂട്ടട്ടെ. ഫിർഔൻ നൈൽ മുങ്ങി സത്തോളും അല്ലാഹു റബ്ബുൽ അലീം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് കൽപ്പിച്ചു. ദിഖ്യാനൂസ് രാജാവിന്റെ കീഴിൽ ഹിദായത്തോടുകൂടി ജീവിച്ചു മരിക്കൽ ശ്രമകരമാണെന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാര് അള്ളാഹുവിന്റെ നേരെ കൈനീട്ടി, റബ്ബനാ ഹയ്യ ലനാ മിൻ ലദുൻക റബ്ബനാ ഹയ്യ ലനാ റശദ മിൻ അംരിനാ റശദ, പടച്ചവനെ ഹിദായത്തോടെ മരിക്കാൻ പറ്റുന്ന വഴിയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് അസ്ഹാബുൽ കൗഫ് ദുആയിരുന്നു എന്ന് സൂറത്തുൽ കൗഫിൽ അല്ലാഹു റബ്ബുൽ അലീം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എതിരില് ആവുന്നത്ര പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോ റബ്ബി ലാ തജഅൽ അലൽ അർളി റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തുപയോഗിച്ച വജ്രായുധം പ്രാർത്ഥനയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അബൂജഹലിന്റെയും പരിവാരങ്ങളുടെയും ആക്രമണത്തിന്റെ മുമ്പിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിപതറി പോയേക്കുമോ എന്ന ഘട്ടം വന്നപ്പോ അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അബൂജഹലിനെ നീ കൈകാര്യം ചെയ്ത് താ അല്ലാഹ് എന്ന് ദുആയിരുന്നതായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അമ്പിയാക്കളുടെ കാലഘട്ടത്തിലെ പ്രതിസന്ധിയെ ഒരു ദുആ കൊണ്ട് നേരിട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലത്തുമുണ്ട് പ്രതിസന്ധികൾ. സമൂഹത്തിന് സാമൂഹ്യമായ പ്രതിസന്ധി, സമൂഹത്തിന് പൊതുവെ സാമ്പത്തികമായ പ്രതിസന്ധി, പ്രിയപ്പെട്ടവരെ വ്യക്തികൾക്ക് വ്യക്തിപരമായ പ്രതിസന്ധി, കുടുംബത്തിന് കുടുംബപരമായ പ്രതിസന്ധി. പ്രതിസന്ധി ഇല്ലാത്തവരായി ആരുമില്ല. പ്രതിസന്ധിയുള്ള മനുഷ്യരതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യണം? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന എന്ന വജ്രായുധം എടുത്ത് ഉപയോഗിച്ചാൽ മതി, ഏതു പ്രതിസന്ധിയും ഒഴിഞ്ഞു പൊക്കോളുമെന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിക്കുമ്പോൾ ഈ ആയുധത്തിന് മൂർച്ചയുണ്ടാവണം. പ്രാർത്ഥന റബ്ബുൽ അലീമിന്റെ അടുക്കൽ സഫലമാകണമെങ്കിൽ മൂർച്ചയുള്ള ആയുധമായി പ്രാർത്ഥന മാറണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മൂർച്ച എന്താണ്? മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മൂന്ന് പേരും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്, ലതഉമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ജനങ്ങളോട് നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കുക, വലതൻഹൗന അനിൽ മുൻകർ, ഹറാമുകൾ ചെയ്യുന്ന പാപകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കാല് പിടിച്ച് പാപകർമ്മങ്ങളിൽ നിന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഔ, നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാതിരുന്നാൽ ലയുസല്ലിതന്നല്ലാഹു അലൈക്കും ശിറാറക്കും, പിശാചിന്റെ ഹൃദയമുള്ളവരായി നിങ്ങളുടെ ഭരണാധികാരികൾ മാറും. നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കുടില മാനസരായ ഭരണാധികാരികളെ നിങ്ങൾക്ക് എതിരിൽ അല്ലാഹു തആല നിയോഗിക്കും. ആയുധമുള്ളവർ, അധികാരത്തിന്റെ തിണ്ണബലമുള്ളവർ, ഏറ്റവും നശീകരണ ശേഷിയുള്ള ആയുധമുള്ളവർ, നാപ്പാം ബോംബും ഹൈഡ്രജൻ ബോംബും ന്യൂക്ലിയർ ബോംബും ബങ്കർ ബസ്റ്ററും ഓക്സിജൻ കിൻഡറും കൈവശമുള്ള ശക്തികളെ നമുക്ക് എതിരിൽ അല്ലാഹു തആല നിയോഗിക്കും. നാം എന്ത് ചെയ്യും? തുമ്മല യദോ ഖിയാറുക്കും, സാലിഹ്യങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ നോക്കും. പക്ഷേ ഫലാ യുസ്തജാബു ലക്കും, സമൂഹത്തോട് നന്മ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ, തിന്മ പ്രവർത്തിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്നാൽ, എത്ര വലിയ മഹാൻ പ്രാർത്ഥിച്ചാലും ആ ദുആകൾ റബ്ബുൽ അലീമിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാത്ത വനരോധനമായി മാറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഹുദൈഫയും മുആദും ഉമർ ബിൻ ഖത്താബും റളിയല്ലാഹു തആല അൻഹും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പ്രിയപ്പെട്ടവരെ, കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന് നാം ആലോചിക്കുക. സമൂഹം നന്നാകാൻ വേണ്ടിയല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബുൽ അലീമിന്റെ അടുക്കൽ മറുപടി ലഭിക്കാൻ. എന്റെ കുഞ്ഞുങ്ങൾ പിഴച്ചു പോകരുതേ അല്ലാഹ്, എന്റെ ഭാര്യ എന്നോടൊപ്പം സ്വർഗത്തിൽ പങ്കാളിയാവണേ അല്ലാഹ്, ദൈനംദിന ജീവിതത്തിൽ എന്നും ഞാൻ കണ്ട് സലാം പറഞ്ഞ് എന്നോട് തിരിച്ചു കാണിക്കുന്ന, എന്റെ ഭൗതിക ദുഃഖത്തിൽ എന്നോട് പങ്കാളിയാവുന്ന, എനിക്കൊരു വിഷമമുണ്ടായാൽ എന്നോടൊപ്പം നോവുന്ന, എന്റെ ഉദ്ധാന പതനങ്ങളിൽ വലിയ ആഹാരത്തോടെ എന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ നാളെ പരാജിതരാക്കരുതേ പടച്ചവനെ എന്ന നിയ്യത്തോടുകൂടി നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സഫലമാവണമെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അംറു ബിൽ മഅറൂഫും നഹീ അനിൽ മുൻകറും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ കപ്പൽ കണ്ടിട്ടില്ല. കപ്പല് കാണാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പലിനെ മുമ്പിൽ വെച്ചുകൊണ്ടൊരു കഥ പറഞ്ഞു കൊടുത്തു സഹാബാക്കളോട്. പാപകർമ്മം ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഞങ്ങൾ തഖ്വയുടെ പുറത്തിലാണല്ലോ ജീവിതമെന്ന് ചിന്തിക്കുന്നവർ കപ്പലിന്റെ അടിത്തട്ടിൽ കോടാലി വെക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ മുകളിലാണല്ലോ എന്ന പകൽ സ്വപ്നത്തിൽ കഴിയുന്നവരെ പോലെ വിഡ്ഢികളാണ്. അവരുടെ കൈ പിടിച്ച് തടഞ്ഞില്ല എങ്കിൽ കോടാലി വെക്കുന്ന കശ്മലർ മാത്രമല്ല, മേൽ തട്ടിലുള്ളവരും ഈ സമുദ്രത്തിലേക്ക് ആണ്ടുപോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആരുടെയൊക്കെ കാല് പിടിക്കുന്നു നാം, ഭൗതികമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആരുടെയൊക്കെ മുമ്പിലേക്ക് തലപിടിക്കുന്നു നാം. അള്ളാഹു എന്ന ആത്മാഭിമാനം പോലും പണയപ്പെടുത്തി നിസ്സാരമായ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ പോലും ഇല്ലാത്തവരുടെ മുമ്പിൽ യാചനയുടെ കൈകളുമായി നിൽക്കാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടിയിട്ടുള്ളവരല്ലേ നാം? ശാന്തമായി നാം ഒന്ന് ആലോചിക്കുക.
ഹറാമ് ചെയ്യുന്ന ജനങ്ങളെ ഹറാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, പാപകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ ആ പാപകർമ്മത്തിൽ നിന്ന് പുറകോട്ട് മാറ്റാൻ, അള്ളാഹുവിന്റെ ഫർളായ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നതിൽ അലസത കാണിക്കുന്ന ചില വിഭാഗങ്ങളോട് ഫർളുകൾ ഉപേക്ഷിക്കരുതേ എന്ന് അപേക്ഷിക്കാൻ വേണ്ടി നാം കാലുപിടിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുആകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലായി കിട്ടുന്നതിന് ഇത് ഷർത്താണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്റെ റസൂൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബിക്ക് തോന്നിയതുപോലെ പറഞ്ഞതല്ല, ഞാൻ ആ നബിക്ക് പറഞ്ഞു കൊടുത്തത് മാത്രമേ ആ നബി പറയൂ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ അല്ലാഹു റബ്ബുൽ അലീം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സായുധ വിപ്ലവത്തിനേക്കാൾ തുലാസിന്റെ തട്ടിൽ ഭാരം തൂങ്ങുമെന്ന് നമ്മുടെ റസൂൽ നമുക്ക് പറഞ്ഞു തന്ന ഇബാദത്താണ് നന്മ പ്രവർത്തിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കാല് പിടിക്കൽ. നിങ്ങൾ നിങ്ങളുടെ ശരീരം നരകത്തിൽ പോവാതിരിക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നരകാവകാശിയാവാതിരിക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ നരകത്തിന്റെ വറകുകളായി മാറാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ അലീം അവന്റെ ഖുർആൻ ശരീഫിൽ കൂടി നമ്മെ ഉണർത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, നാളെ മഹ്ശറിലെത്തുമ്പോൾ മഹാന്മാരായ അമ്പിയാക്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് മുസ്തഫ മുതൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള അമ്പിയാവും മുർസലുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആദം നബിയുടെ സഹാബിയല്ല, ഈസാ നബിയുടെ സഹാബിയുമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ ആയിരിക്കും അല്ലാഹു റബ്ബുൽ അലീം സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി വിളിക്കുക. എന്താണ് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം? ദഅവത്തിന്റെ ഉലമാക്കൾ പറയാറുണ്ട്, ദഅവത്ത് ഒരു ബാധ്യതയായ ഏക ഉമ്മത്താണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്. അമ്പിയാക്കൾക്ക് ദഅവത്ത് ബാധ്യതയായിരുന്നു. ദഅവത്തിന്റെ ക്രമമാണ് സ്വർഗപ്രവേശനത്തിന്റെ ക്രമമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു. ദായികളായ അമ്പിയാക്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദായികളായ ഉമ്മത്തിനെയാണ് അല്ലാഹു റബ്ബുൽ അലീം സ്വർഗപ്രവേശനത്തിന് വേണ്ടി വിളിക്കുക എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് സ്വർഗപ്രവേശനം ലഭിക്കാൻ വഴിയൊരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മം. കലീമുല്ലാഹി സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പടച്ചവനോട് ചോദിച്ചു, അല്ലാഹ്, നിന്റെ അടിമകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് പടച്ചവനെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് അല്ലാഹ് പറഞ്ഞു, മൂസ, കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ വിശക്കുകയാണ് എന്ന്. വിശപ്പിന്റെ പരിഹാരം മാതാവിന്റെ അടുത്താണെന്നും കുഞ്ഞിന് അറിഞ്ഞുകൂടാ. വിശക്കുമ്പോ കുഞ്ഞ് കരയും, കരയുമ്പോ തള്ള മനസ്സിലാക്കും കുഞ്ഞിന് വിശക്കുന്നുണ്ട് എന്ന്. കുഞ്ഞിനെ തള്ള കോരിയെടുക്കും, മാറോട് ചേർത്ത് പിടിച്ച് വിശപ്പ് പരിഹരിക്കാനുള്ള സംവിധാനം തള്ള ഏർപ്പെടുത്തി കൊടുക്കും. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു, മൂസ, കുഞ്ഞുങ്ങൾക്ക് തള്ളമാർ മുലപ്പാല് കൊടുക്കുന്നത് പോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ മടിയുള്ള ആൾക്കാരെ തട്ടി തലോടി തഴുകി അവരെ മാതാവ് മുലപ്പാല് കൊടുക്കുന്ന സ്നേഹത്തോടുകൂടി അവരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അമ്മ പറഞ്ഞു കൊടുത്തു. വീണ്ടും മൂസാ നബി ചോദിച്ചു, അല്ലാ, അത് കഴിഞ്ഞാൽ പിന്നെ നിനക്കിഷ്ടം ആരോടാണ് പടച്ചവനെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, മൂസ, ഹിംസ്ര ജന്തുക്കൾ പൊതുവെ വലിയ ദേഷ്യ പ്രകൃതക്കാരാണ്. എന്നാൽ ഹിംസ്ര ജന്തുക്കൾ പ്രസവിച്ച് കിടക്കുമ്പോ അതിന്റെ ദേഷ്യം ഇരട്ടിയാകും. പ്രസവിച്ച് കിടക്കുന്ന നായയുടെ അടുത്തുകൂടി പോലും ആരും പോകാൻ അനുവദിക്കുകയില്ല, ആക്രമിച്ചേക്കുമോ എന്ന് കരുതി. പാപകർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യരോട് ഈ പുലിയുടെ ശൗര്യത്തോടെ അവരെ പാപകർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രയത്നിക്കുന്നവരാരോ അവരോടാണ് എനിക്ക് രണ്ടാമത് ഇഷ്ടമെന്ന് മൂസാ പ്രവാചകനോട് അല്ലാഹു റബ്ബുൽ അലീം പറഞ്ഞു എന്ന് ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആക്രം രക്ഷപ്പെടാൻ 10-60 വർഷം കൊണ്ട് കാലത്തിന്റെ യവനികയുടെ ഉള്ളിൽ മറഞ്ഞു പോകേണ്ട മനുഷ്യ ജന്മം, ലോകത്ത് വന്ന ഉമ്മത്തുകളിൽ ഏറ്റവും പരിമിതമായ ആയസോടെ ഈ ലോകത്ത് ജീവിക്കുന്നവർ, മുൻഗാമികളായ ചില പ്രവാചകന്മാരുടെ ഉമ്മത്തിന്റെ ആയുസ് വെച്ച് നോക്കുമ്പോൾ ശൈശവ ദിശ വരെ പോലും ജീവിക്കാൻ ഭാഗ്യമില്ലാത്തവർ, സഹോദരങ്ങളെ, മുൻപിൽ നടന്നവരുടെ മുമ്പിൽ നാം കുറഞ്ഞ കാലം കൊണ്ട് എത്താനുള്ള വഴിയാണ് പരിശുദ്ധമായ ദഅവത്തിന്റെ വഴി. ആബിദീങ്ങൾ മരിക്കുന്നതോടുകൂടി ആബിദീങ്ങളുടെ പുസ്തകവും മടക്കി കെട്ടി മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ദഅവത്തിന്റെ അമൽ ചെയ്യുന്നവരുടെ ഗ്രന്ഥം ദായികൾ മരിച്ചാലും
അവരുടെ ഗ്രന്ഥം മടക്കപ്പെടുകയില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. ദാഇയുടെ വായിൽ നിന്നും വീഴുന്ന ഒരു വാക്ക് സാലിഹായ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെയാണ്. പ്രസവിച്ച തള്ള മരിച്ച ആണ്ടുകൾ കഴിഞ്ഞാലും ഈ സാലിഹായ സന്താനം ലോകത്ത് പണിയെടുക്കുന്നത് പോലെയാണ്. ദാഇയുടെ ഓരോ വാക്കും ഹിദായത്തിന് വഴിയൊരുക്കുന്ന സാലിഹീങ്ങളായ സംഘക്കുടങ്ങളായ മക്കളെ പോലെയാണ് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ വാസിഅ റഹ്മത്തുള്ളാഹി തആല അവர்கள் രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അവരുടെ ഉസ്താദാണ് ഹദറത്ത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. സഹീഹുൽ ബുഖാരി നാം ഓതുമ്പോ ഇമാം ബുഖാരി പല ഹദീസുകളും തന്റെ ഗുരുവര്യനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല അവരുടെ വഴി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല അവர்கள் ഒരിക്കൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി തആല അവർക്ക് ഒരു കത്തെഴുതി. ഫുദൈൽ ഇബ്നു ഇയാദ് വലിയ ആബിദായ മനുഷ്യനാണ്. വലിയ ആബിദായ മനുഷ്യൻ, ആബിദുൽ ഹറമൈൻ എന്ന വിശുദ്ധ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 6 മാസം കഅബാലയത്തിൽ മശ്അറുൽ ഹറാമിൽ പോയി എത്തിക്കാത്തിരിക്കും. 6 മാസം കഴിഞ്ഞാല് കുതിരപ്പുറത്ത് കയറി പിന്നെ മദീനയിലേക്ക് യാത്രയാകും. മസ്ജിദുർ റസൂലിൽ ബാക്കിയുള്ള 6 മാസം എത്തിക്കാത്തിരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ 6 മാസത്തെ എത്തിക്കാത്ത് കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്ത് മക്കത്തുൽ മുഖറമയിൽ വരും. ഒരു റക്അത്ത് നമസ്കാരത്തിന് 1,00,000 റക്അത്ത് നമസ്കാരത്തിന്റെ കൂലി കിട്ടുന്ന പരിശുദ്ധമായ മശ്അറുൽ ഹറാമിൽ, മസ്ജിദുൽ ഹറാമിൽ പിന്നെ അടുത്ത മാസം 6 മാസം എത്തിക്കാത്ത്. വീണ്ടും മദീനയിൽ ആബിദുൽ ഹറമൈൻ, മക്കയിലും മദീനയിലും മാറി മാറി എഴുത്തിക്കാത്തിൽ കഴിഞ്ഞുകൂടുന്ന പ്രതിപാദനൻ. അദ്ദേഹത്തിനാണ് കത്തെഴുതുന്നത് ഇമാം ബുഖാരിയുടെ ഉസ്താദായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകപ്രസിദ്ധനായ മുഫസ്സിർ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസബിറു വറാബിതു വത്തഖുല്ലാഹ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദ് ആബിദുൽ ഹറമൈൻ ഫുദൈൽ ഇബ്നു ഇയാദിന് എഴുതുന്ന കത്ത് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. യാ الحرمين لو أبصرتنا لعلمت أنك في العبادة تلعب لو كنت تتعب خيله في باطل فخيولنا يوم الدماغ تتمضغ. അല്ലയോ ഫുദൈലെ, നിങ്ങൾ നിങ്ങളുടെ കുതിരയെ കുട്ടിക്കളിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കുതിരയെ ആണുങ്ങൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങളുടെ കുതിരയെ കണ്ടുപഠിക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ കൂടി ഞങ്ങളിങ്ങനെ യാത്രയാവുകയാണ്. ഞങ്ങളെ സ്വീകരിക്കുന്നവരുടെ മുമ്പിൽ മാത്രമല്ല, ഞങ്ങളെ നിരസിക്കുന്നവരുടെ അടുക്കൽ അവരുടെ കയ്യിൽ പിടിച്ച് കാലിൽ വീണ് ഞങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ചിലർ കേൾക്കുന്നു, ചിലർ ഞങ്ങളുടെ മുഖത്ത് തൊഴിക്കുന്നു. ഞങ്ങൾ ഈ മാർഗത്തിൽ യാത്ര ചെയ്യുമ്പോ ഈ കുതിരപ്പുറത്ത് കയറി മക്കയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് മക്കയിലേക്കുമുള്ള നിങ്ങളുടെ യാത്ര നിങ്ങളുടെ കുതിരയെ നിങ്ങൾ ബാത്തിലിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹദറത്ത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അലൈഹി റഹ്മ ആബിദുൽ ഹറമൈൻ ഫുദൈൽ ഇബ്നു ഇയാദിന് കത്തെഴുതി എന്ന് പറയുന്നത് ലോകപ്രസിദ്ധ മുഫസ്സിർ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അവர்களാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ വണ്ടിയിൽ കയറുന്നു നാം, മൊബൈൽ ഫോണിൽ കൂടി എത്രയോ സംസാരിക്കുന്നതിന്റെ ബില്ല് പേ ചെയ്യുന്നു നാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബില്ല് പേ ചെയ്യേണ്ട ഏറ്റവും ഉയർന്ന മാർഗത്തിൽ നമ്മുടെ സംസാരങ്ങളാക്കി മാറ്റാൻ വാഹനത്തിൽ കയറുന്ന മനുഷ്യൻ യാത്ര ചെയ്യുന്ന ഏറ്റവും ഉയർന്ന യാത്രയാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ യാത്രകളെ മാറ്റാൻ ഉപകരിക്കുന്ന പുണ്യമായ മാർഗമാണ് പരിശുദ്ധമായ ദഅവത്തിന്റെ മാർഗം. സ്വർഗത്തിൽ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ ലസൗതു അഹദികും ഫിൽ ജന്ന ഖൈറും മിന ദുനിയ വമാ ഫീഹാ, സ്വർഗത്തിൽ 2 അടി വീതിയും 6 അടി നീളത്തിന് ഒരു ബെഡ്ഷീറ്റ് 4 ആയി മടക്കി വിരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ അതിനു പകരം ഈ ലോകമെല്ലാം കൂടി കൊടുത്താലും അതിന്റെ വിലയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, മൂവാറ്റുപുഴ മാത്രമല്ല, എറണാകുളം ഡിസ്ട്രിക്ട് മാത്രമല്ല, കേരള സ്റ്റേറ്റ് മാത്രമല്ല, ഇന്ത്യ രാജ്യം മാത്രമല്ല, ഏഷ്യ ഭൂഖണ്ഡം മാത്രമല്ല, പ്രിയപ്പെട്ടവരെ ഈ ഭൗമപ്രപഞ്ചം മാത്രമല്ല, സർവ്വ ആലമും കൂടി ചേർത്ത് അത് വിലയായി കൊടുത്താലും സ്വർഗത്തിൽ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള സ്ഥലത്തിന്റെ വിലയാവുകയില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ സ്വർഗം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ എന്ത് വേണം പ്രിയപ്പെട്ടവരെ? ഈ ലോകം മുഴുവനും നൽകിയാൽ അതിന്റെ പ്രതിഫലം തീരുകയില്ല എന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്ന ഇബാദത്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ആ സ്വർഗം കിട്ടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സ്വർഗത്തിന് വിലയായി റബ്ബുൽ അലീം നിശ്ചയിച്ചിരിക്കുന്നത് ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ ആണെങ്കിൽ ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു അമലുണ്ടോ എന്ന് ഹദീസിന്റെ കിതാബിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഹദറത്ത് അനസ് ബിൻ മാലിക് അലൈഹി റഹ്മയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും ലഗദുവത്തുൻ ഫീ സബീലില്ലാഹ് ഔ റൗഹത്തുൻ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. രാവിലെ കുറച്ച് സമയം, വൈകുന്നേരം കുറച്ച് സമയം അല്ലാഹുവെ പറയാൻ വേണ്ടി നാം ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് റബ്ബുൽ അലീമിന്റെ അടുക്കൽ വരുന്ന മാർക്ക് ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ. തൊട്ടുമുമ്പുള്ള ഹദീസിൽ നബി തിരുമേനി പറഞ്ഞു, സ്വർഗത്തിന്റെ വില, സ്വർഗത്തിൽ ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള സ്ഥലത്തിന് അല്ലാഹ് ഇട്ടിരിക്കുന്ന വില ഈ ദഅവത്തിന്റെ വില തന്നെയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസിൽ നമുക്ക് മനസ്സിലാകും. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മനുഷ്യനെ ഞാൻ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവർ ആരാണെന്ന് അറിയാനല്ല, ലിയുബ്ലുവക്കും അയ്യുക്കും അക്സറു അമല, ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നത് അതല്ല അല്ലാഹ് അറിയേണ്ടത്, അയ്യുക്കും അഹ്സനു അമല, നല്ല അമൽ ചെയ്യുന്നത് ആരാണെന്നാണ് അല്ലാഹു തആല അറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, നല്ല അമൽ ഏതാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അഹ്സൻ എന്ന് പറഞ്ഞ് ഖുർആൻ ശരീഫ് പരിചയപ്പെടുത്തുന്ന ഒരു അമലുണ്ട്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന അമല്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അപേക്ഷിക്കുന്നുണ്ട്, ജദ്ദിദു ഈമാനക്കും, ദുർബലമാകുന്ന നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കണം. വനവ്വിറു ഖുലൂബക്കും, പിശാച് കൂടുകൂട്ടി അന്ധകാര നിബിഡമായ നിങ്ങളുടെ ഹൃദയത്തിനെ നിങ്ങൾ വെളിച്ചമുള്ളതാക്കണം. എങ്ങനെ? ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞുകൊണ്ട്, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ അല്ലാഹനെ പറഞ്ഞുകൊണ്ട് നടക്കുക. എത്ര വരെ? ഹത്താ യുഖാല അന്നക മജ്നൂൻ, ജനങ്ങൾ നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്നത് വരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്കുറുല്ലാഹ് എന്ന ഈ വാക്കിന്റെ അർത്ഥം, സഹോദരങ്ങളെ, മസ്ജിദിൽ കയറി അല്ലാ 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 എന്ന് പറയുന്ന ദിക്റല്ല. അല്ലാ 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 എന്ന് ഒരാളൊരു പുരുഷായുസ് മുഴുവൻ പറഞ്ഞു എന്ന് കരുതി ഒരൊറ്റ മക്കളൊക്കെ അയാളെ ഭ്രാന്തനെന്ന് വിളിക്കുകയുമില്ല. സഹോദരങ്ങളെ, നാളെ മുതൽ പരീക്ഷിച്ചു നോക്കി, രാവിലെ മുതൽ പള്ളിയിൽ കയറി അല്ലാ അല്ലാ എന്ന് പറഞ്ഞാൽ ജനം ഭ്രാന്തനെന്നല്ല ഔലിയ എന്നാണ് വിളിക്കുക. സഹോദരങ്ങളെ, എന്നാൽ ജനം ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരു പണിയുണ്ട്. ആൾക്കാരുടെ കയ്യിൽ പിടിച്ച് അല്ലാഹനെ ഓർക്കണം, അല്ലാഹനെ ഭയപ്പെടണം, അല്ലാഹുടെ മഅരിഫത്ത് വേണം എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചു നോക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ നുബുവത്തിന്റെ വാക്കുകൊണ്ട് പറഞ്ഞ ഹത്താ യുഖാല അന്നക മജ്നൂൻ, മജ്നൂൻ എന്നുള്ള വിളി നമുക്ക് കേൾക്കാൻ കഴിയും. സഹോദരങ്ങളെ, അതുവരെയും അല്ലാഹനെ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 19 കൊല്ലം മുൻപ് കുറെ ആൾക്കാർ മരണപ്പെട്ടു പോയി. എന്റെ പിതാവിന്റെ പിതാവ് ഉൾപ്പെടുന്ന ഒരു സമൂഹം, നിങ്ങളുടെയും പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഉൾപ്പെടുന്ന സമൂഹം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപനായി ജീവിച്ച ആൾ മദ്യപാനിയായി ജീവിച്ച് മരിച്ചു തീരുന്നു. താരിഖുസ്സലാത്തായി ജീവിക്കുന്നയാള് താരിഖുസ്സലാത്തായി ജീവിച്ച് മരിക്കുന്നു. അവരുടെ ജീവിതം തകിടം മറിയാൻ വഴിയൊരുക്കുന്ന ഒരു ഇബാദത്തുണ്ട് എന്നറിയാതെ മരിച്ചുപോയ ആൾക്കാർ എത്ര വലിയ ദൗർഭാഗ്യവന്മാരാണെന്ന് ഓർമ്മിക്കുക. ഓടയിൽ കിടക്കുന്ന, സ്ഥിരമായി കിടക്കുന്ന ഒരാൾ ദൈവത്തിന്റെ പ്രവർത്തകരെ ചെന്ന് കണ്ടു, കയ്യിൽ കാലിൽ പിടിച്ചു. അദ്ദേഹത്തിന് തോന്നി ഒന്ന് പോയി നോക്കാമെന്ന്. 40 ദിവസം ജമാഅത്തിൽ പോയി. പ്രിയപ്പെട്ടവരെ, ജമാഅത്തിൽ പോയി നാട്ടിലേക്ക് തിരിച്ചു വന്നു. 2-3 ദിവസം കഴിഞ്ഞു. ചാറൽ മഴയുള്ള ഒരു സുബഹയുടെ സമയം. മസ്ജിദിൽ ഇമാം എത്തിയിട്ടില്ല. നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് 5-10 മിനിറ്റ് കഴിഞ്ഞു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരാണ് ഈ നമസ്കാരം ഒന്ന് നടത്തിത്തരാൻ? അവര് കണ്ടുപിടിച്ചു, പള്ളിയുടെ ഒരു മൂലയിൽ ഒരു സഹോദരൻ ഇരിക്കുന്നു. 43 ദിവസം പ്രായമുള്ള ദാടിയുണ്ട് മുഖത്ത്. അദ്ദേഹത്തെ വിളിച്ചൊന്ന് കയറി നിൽക്കാമോ എന്ന് ചോദിച്ചു. ഹൽഖാത്താരിന്റെ ബറക്കത്തുകൊണ്ട് അദ്ദേഹം മസ്ജിദിന്റെ മുസല്ലയിൽ കയറി നിന്നു. അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് സുബഹി ഇമാമായി നിന്ന് നമസ്കരിച്ചു. 2ാമത്തെ റക്അത്തിലെ 1ാമത്തെ സുജൂദിൽ നിന്ന് അദ്ദേഹം തല ഉയർത്തിയില്ല. സഹോദരങ്ങളെ, മലക്കുൽ മൗത്ത് റൂഹും കൊണ്ട് പോയി. ഓടയിൽ കിടന്നുറങ്ങുമായിരുന്ന മനുഷ്യനെ അല്ലാഹുവിന്റെ മസ്ജിദിന്റെ മിഹ്റാബിൽ സുബഹി നമസ്കാരത്തിന്റെ സുജൂദിൽ കിടത്തി റൂഹ് പിടിക്കാൻ പാകത്തിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങളെ നമ്മുടെ മുമ്പിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദഅവത്തിന്റെ പ്രവർത്തനം നമ്മുടെ ഇടയിൽ അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ അമലുകൊണ്ട് ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്നതിനെ കുറിച്ച് ഉള്ള സിംബോസിയം ഒരിക്കലും തബ്ലീഗിന്റെ പ്രവർത്തകർ ആരോടും അവതരിപ്പിക്കാറില്ല. തഅ്ലീമിന്റെ പ്രവർത്തനം കൊണ്ട് ലോകം മുഴുവനും മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ എന്റെ ഹൃദയം അതുകൊണ്ട് തെളിയുന്നില്ല എങ്കിൽ ജമാഅത്തിന്റെ പ്രവർത്തകർ പറയാറുള്ളത് പോലെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോ എന്റെ റബ്ബേ എന്ന ഓർമ്മ എന്റെ ഹൃദയത്തിൽ വരാതെ പോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അമലുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. നമ്മളെ ആഖിറം ഇരുളടഞ്ഞു പോകാതാകാതിരിക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമം നമ്മളുടെ പരലോക വിജയത്തിന് അടിസ്ഥാനപരമായ കാരണമാകുന്നത്. അമ്പിയാക്കളുടെ ഈമാൻ കുറയുകയേ ഇല്ല. അഖീദയുടെ ഉലമാക്കൾ ഐക്യണ്ടേരെ പറയുന്നുണ്ട്, ബുഖാരിയിൽ വലിയൊരു ചർച്ചയാണത്. ഈമാൻ കുറയുമോ, ഈമാൻ കൂടുമോ, ഈമാൻ കുറയാവതാണോ അല്ലയോ, വലിയ ചർച്ച. പ്രിയപ്പെട്ടവരെ, ആ ചർച്ചയിലേക്ക് നാം ഇപ്പൊ കിടക്കുന്നില്ല. പക്ഷേ അമ്പിയാക്കളുടെ ഈമാൻ കുറയുകയില്ല എന്ന് മഹാന്മാരായ അഖീദയുടെ ഉലമാക്കൾ ഐക്യണ്ടേരെ സമ്മതിക്കുന്നു. എന്താ അങ്ങനെ ഒരു വ്യത്യാസം? അല്ലാഹുവിന്, പടപ്പുകളുടെ പടച്ചവനായ റബ്ബുൽ അലീമിന് അമ്പിയാക്കളുടെ ഈമാനിന്റെ വിഷയത്തിൽ മാത്രം എന്താണ് ഒരു വ്യത്യാസം? ഉലമാക്കൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു വ്യത്യാസമല്ല. അമ്പിയാക്കൾ ചെയ്യുന്ന ജോലിയുടെ പവറാണത്. അമ്പിയാക്കൾ ചെയ്യുന്ന ജോലി ആര് ചെയ്താലും പ്രിയപ്പെട്ടവരെ, അവരുടെയും ഈമാനിന്റെ അവസ്ഥ ഇന്നൽ ഈമാന യസീദു വലാ യൻഖുസു. അമ്പിയാക്കൾ ചെയ്യുന്ന ജോലി ചെയ്തവരുടെ ഈമാനും കൂടിക്കൊണ്ടേ പോകും. അമ്പിയാക്കളുടെ ജോലി ചെയ്യുന്നവരുടെ ഈമാൻ കുറയുകയില്ല. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാരിദ്ര്യത്തിന്റെ ഇടയിലും ഈ ഒരു ഹിമ്മത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സമയം ഒരുപാടായി, ഞാൻ നിർത്തുകയാണ്. കുറച്ച് ദിവസം മുമ്പ് 3 ദിവസം ജമാഅത്തിൽ പോയി ഒരു സഹോദരനുമായി ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും ഭാര്യയും ഉമ്മയും കൂടി ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അത് ഹജ്ജിന് കിട്ടാൻ വേണ്ടി ദുആ ഇറക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ജോലി? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് എനിക്കൊരു ജോലിക്കടയാണ്. കച്ചവടം എങ്ങനെയുണ്ട്? മാഷാ അല്ലാഹ്, റാഹത്താണ്. വലിയ നിലയിൽ കച്ചവടം നടക്കുന്നു, വലിയ അഭിവൃദ്ധിയാണ്. അതുകൊണ്ടാണല്ലോ ഞാനും ഭാര്യയും ഉമ്മയും കൂടെ ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ അയാളുടെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ തോന്നി, വീരയ്യ റെഡ്ഡിയാരുടെ അടുത്തുള്ള ശീമാട്ട് ഇയാൾ വിലയ്ക്ക് വാങ്ങിക്കാണുമെന്ന്. പക്ഷെ പിന്നീട് ഒരു ദിവസം ഞാൻ പോകുമ്പോഴാണ് ESI ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഒരു ചാക്ക് വിരിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മഹാജൗളിക്കട അതിൽ അദ്ദേഹം മടക്കി വെച്ചിട്ടുണ്ട്. 3 മണിവരെയാണ് അദ്ദേഹത്തിന്റെ കച്ചവട സമയം. അത് കഴിഞ്ഞാൽ അദ്ദേഹം മുലാഖാത്തിന് വേറെ പഠിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ്, റാഹത്താണ്. പടച്ചവൻ വലിയ അനുഗ്രഹം ചെയ്തു വരുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഹജ്ജിന് അപേക്ഷിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ദുആ ഇറക്കണം. അദ്ദേഹം ഹജ്ജിനൊക്കെ പോയിട്ട് വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിതത്തിൽ നിരാശയില്ലാതെ ഈമാനിന്റെ പവറില് ജീവിക്കുന്ന എതിരാളികളുടെ മർദ്ദനങ്ങൾ എത്ര കർക്കശമാകുമ്പോഴും അഹദ് അഹദ് എന്ന് പറയുന്ന ബിലാലിനോട് കുറെ ആൾക്കാർ ചോദിച്ചു, ബിലാലെ, നിങ്ങൾ എന്തിനായി അഹദ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരെ? ബിലാൽ പറഞ്ഞു, ഈ ഖുറൈശി കൂട്ടത്തിന്റെ അടി കടുക്കുന്നത് ഞാൻ ഈ അഹദ് എന്ന് പറയുമ്പോഴാണ്. ഖുറൈശികളെ ഇതിനേക്കാൾ മനപ്രയാസപ്പെടുത്തുന്ന വേറൊരു വാക്കുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞേനെ. ഖുറൈശികളെ ഏറ്റവും ദേഷ്യപ്പെടുത്തുന്നത് ഈ അഹദായത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയുന്ന ബിലാലിന്റെ ഈമാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദഅവത്തിന്റെ മാർഗത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചാൽ ഈ ഈമാനാണ് നമുക്ക് കിട്ടുക. എത്ര കാലം ജീവിച്ചാലും ഒരു ദിവസം മരിക്കാനുള്ളവരാണ് നാം. പ്രിയപ്പെട്ടവരെ, ഈ സൂര്യപ്രഭ കാണാനില്ലാതെ, ഈ ഹരിതാപമായ പ്രകൃതി കാണാനില്ലാതെ, ഈ നക്ഷത്രങ്ങളും കിളികളുടെ കളകളാരവും ഇല്ലാതെ ഖബറിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടി വരുന്ന, ഖബറിലെ ഒരാദ്യ രാത്രിയെ പ്രതീക്ഷിക്കേണ്ട പാവപ്പെട്ട മനുഷ്യരാണ് നാം. ഈ മരണാനന്തര ജീവിതത്തിൽ പ്രതീക്ഷാ നിർഭരമായ നന്മകൾ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ജീവിതത്തിന്റെ കുറെ പ്രായമായി, മനസ്സ് ആഗ്രഹിക്കുന്ന സ്ഥലത്തൊന്നും ശരീരം എത്തുന്നില്ല. പല സന്ധികൾക്കും വല്ലാതെ വേദന തുടങ്ങി. ഇപ്പോ ചിക്കുൻകുനിയയുടെ വാർഷികാഘോഷം എന്നൊക്കെ പറയാൻ പാകത്തിന് നമ്മുടെ സന്ധികൾ പണിമുടക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഏതെങ്കിലും അറബി കോളേജിൽ ചെന്ന് മുറബിയായ ഉസ്താദന്മാരുടെ അടുക്കൽ ചെന്ന് ദീന് പഠിച്ച് ഇബാദത്തിന്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ പ്രായവും നമ്മുടെ പ്രാരാബ്ദവും കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടൊരു വാട് നടന്നപ്പോ ഞാൻ ചില സ്ഥലത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഉമ്മ ഒരു കത്ത് കൊടുത്തു 100 രൂപയും. വഴക്ക് പറയുന്ന മുസ്ലിയാർക്ക് 75 വയസ്സായി, നിക്കരിക്കാതെയും നോമ്പ് പിടിക്കാതെയും 75 വയസ്സുവരെയൊക്കെ ജീവിച്ചു. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടാൻ വേണ്ടി ദുആ ഇറക്കണം. പ്രിയപ്പെട്ടവരെ, അതിനാണ് കത്തും 100 രൂപയും. സഹോദരങ്ങളെ, ഉമ്മുമാക്ക് ഭ്രാന്താണെന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 60ആയി 70ആയി 80ആയി, അൽഹംദുലില്ലാഹ് 3 ദിവസം പോലും ജമാഅത്തിന് പോകാതെ ഇത്ര വരെ എത്തി. ഇനിയുള്ള കാലവും കൂടെ അങ്ങനെ തന്നെ കഴിച്ചു കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരായി നാം മാറാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പരലോകത്തിന്റെ രക്ഷ, നമ്മുടെ ആശ്രയത്തിന്റെ മോചനം, നമ്മുടെ ഖബറിന്റെ വെളിച്ചം, നമ്മുടെ ഈമാനിന്റെ നൂറ് ഈ പ്രവർത്തനത്തിലാണെങ്കിൽ പടച്ചോനെ, മരിക്കുന്നതിന് മുമ്പ് ഈ പ്രവർത്തനത്തിന് വേണ്ടി എന്നെ നീ കബൂലാക്കണേ അല്ലാ, ദഅവത്തിന്റെ അമലിലേക്ക് നീ ഭ്രാന്ത് നൽകണേ അല്ലാ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് ദുആ ഇറക്കി. തൊടുപുഴയിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, അബ്ദുൾ റഷീദ് എന്നാണ് പേര്. പലപ്പോഴും അദ്ദേഹം ഇങ്ങനെ എന്നോട് പറയും, ഉസ്താദെ,
തബ്ലീഗിന്റെ പ്രാന്തൊന്ന് തലയ്ക്ക് പിടിച്ചു കിട്ടാൻ ദുആ ഇറക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമും അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട കാര്യമാണ്. ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നിന്ന് ഈമാനിന്റെ 100 ഹൃദയത്തിൽ പേര് ജീവിക്കുന്ന അത്തരം ആൾക്കാരെ പോലെ ആവാനല്ലാതെ നമ്മൾ എന്തിനു വേണ്ടിയാണ് കൊതിക്കേണ്ടത്? ഞാൻ നിർത്തുകയാണ്. പണ്ടൊരു ചില്ല ജമാഅത്ത് സിറിയയിലേക്ക് പോയി. സൂഫിയാക്കളായ അബ്ദാലുകൾ ഒരുപാടുള്ള നാടാണ് സിറിയ. അതുകൊണ്ട് സിറിയയിൽ പോയാൽ ഏതെങ്കിലും അബ്ദാലുകളെ കാണാൻ കഴിയും എന്ന ഒരാഗ്രഹം കൂടെ പോയ ജമാഅത്തിനുണ്ടായിരുന്നു. 40 ദിവസം ജമാഅത്ത് പ്രവർത്തിച്ചു. അവർ അബ്ദാലുകളെയൊക്കെ തേടി നടന്നു. ജില്ലയൊക്കെ തീർന്നു. നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവർ വിമാനത്തിൽ കയറാൻ വേണ്ടി ഒരു ടാക്സിയിൽ കയറി വരുമ്പോഴത്തേന് ഈ ടാക്സി ഡ്രൈവറോട് അവരവരുടെ സങ്കടം ഇങ്ങനെ പങ്കുവെച്ചു. 40 ദിവസം മുമ്പ് ജമാഅത്ത് സിറിയയിൽ വന്നതാണ്. സൂഫിയാക്കളുടെ മർത്തബയിൽപ്പെട്ട അബ്ദാലുകൾ കുറെ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഇതിൽ ഒരെണ്ണത്തിനെങ്കിലും കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് ജമാഅത്ത് വന്നത്. ഏതായാലും അതൊക്കെ കുളവായി ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ടാക്സി ഡ്രൈവർ ആ ജമാഅത്തുകാരോട് പറഞ്ഞു, നിങ്ങൾ അബ്ദാലുകളെ തേടി നടക്കേണ്ടവരല്ല, നിങ്ങൾ അബ്ദാലുകളെ സൃഷ്ടിക്കുന്നവരാണ്. അബ്ദാലുകളെ സൃഷ്ടിക്കുന്നവർ അബ്ദാലുകളെ തേടി നടക്കേണ്ടവരല്ല എന്നാ ടാക്സി ഡ്രൈവർ പറഞ്ഞു വിട്ടു. സഹോദരങ്ങളെ, മഹാനായ മർഹൂം ലിസാനുദ് ദഅവ ഉമർ മൗലാന പാലപ്പൂരി ജീവിച്ചിരിക്കുന്ന കാലം മർക്കസ് നിസാമുദ്ദീൻ വന്ന് ജമാഅത്തിന്റെ കാർക്കുദാരി ചോദിച്ചു. ഈ ജമാഅത്തിന്റെ അമീർ ഈ ടാക്സി ഡ്രൈവറോട് അബ്ദാലിന്റെ കഥ പറഞ്ഞ കഥയും പറഞ്ഞു. സഹോദരങ്ങളെ, കാർക്കുദാരി എല്ലാം കേട്ടിട്ട് ഉമർ മൗലാന നബറല്ലാഹു മർക്കദ അവർ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് നടന്ന അബ്ദാലായിരുന്നു ആ ടാക്സി ഡ്രൈവർ എന്ന് മഹാനായ ഉമർ മൗലാന പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടാക്സി ഡ്രൈവർമാരെ അബ്ദാലുകളാക്കുന്ന അമലാണ് ദഅവത്തിന്റെ അമലെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അനുഭവം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അല്ലാഹു റബ്ബുൽ അലീം നമ്മുടെ മനസ്സിൽ ഇറക്കി തന്നാൽ നാം രക്ഷപ്പെട്ടു. അല്ലാഹു റബ്ബുൽ അലീം അവന്റെ കൃപ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യാതിരേഖം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ അനുഗ്രഹം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാണ്.